ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നടന്ന WCPOന്റെ എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ അതിന് എത്ര കട്ട് ഓഫ് വരും, അതേപോലെ തന്നെ എങ്ങനെയായിരുന്നു എക്സാമിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാമോ എന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ അതേപോലെ തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 5-8 മണിക്കൂറായിട്ടുണ്ടാവും നമ്മളൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പോൾ ഇട്ടേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും വന്ന ആ ഒരു ഉദ്യോഗാർത്ഥികളുടെ എല്ലാം ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 1500 പേര് ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കട്ട് ഓഫിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഇന്നലത്തെ എക്സാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. കാരണം PSC നടത്തുന്ന ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് വരെ പോകുകയോ എന്ന് വരെ ഉദ്യോഗാർത്ഥികൾക്ക് തോന്നിപ്പോയി. അത്രത്തോളം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഇന്നലത്തെ എക്സാം എന്ന് പറയുന്നത്. 78/2024 29/6/2024 നടന്ന എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫ് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മൊത്തത്തിൽ എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 to 52 ആണ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ട് ഓഫ് 45 to 52 എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് പറയാം. കാരണം ഇംഗ്ലീഷ് നമുക്ക് എത്രത്തോളം, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്കൊരു 6 മാർക്കിലേക്കൊക്കെ എത്താനാണ് പറ്റത്തുള്ളൂ. മാത്സ് ആണെങ്കിൽ 7 മാർക്ക്, മലയാളത്തിന് നമുക്ക് 8 മാർക്ക്. ഓക്കെ, കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ മൂന്നെണ്ണവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 to 21 ഏതൊരു ഉദ്യോഗാർത്ഥിക്കും നിർത്തേണ്ട അവസ്ഥയിലേക്ക്, കാരണം നെഗറ്റീവ് അടിച്ച് വെറുതെ മാർക്ക് കളഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ ഇതൊരു യൂണിഫോം ഫോഴ്സ് ആണ്, അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തുകയാണ് നല്ലത് എന്നുള്ള ധാരണയുള്ളവരാണെങ്കിൽ ഏകദേശം 20 to 21 വെച്ച് അവരുടെ ആ ഒരു എഴുത്ത് അവിടെ നിർത്തുന്നതായിരിക്കും. സ്പെഷ്യൽ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്ന കോർ സബ്ജക്റ്റും അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും ആണ്. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 13 മാർക്കിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പറ്റും. അതിനപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ആണ്. പിന്നെ ആ റിസ്ക് എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യാം, മാക്സിമം ഒരു 15 വെച്ച് നിർത്തി അവരവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റുകളിലേക്ക് പോകാനുള്ള ചാൻസ് 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോർ സബ്ജക്റ്റ് പ്ലസ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇവ എടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ ഇതൊരു ഡ്രീം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 32 34 നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. കാരണം അവിടെ ആ ഒരു 32 നിർത്താത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ മൈനസിലേക്ക്, ഈ പറയുന്ന ആള്, അതായത് ആ ഉദ്യോഗാർത്ഥി മൈനസിലേക്ക് പോകാനുള്ള ചാൻസ് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇതൊരു WCPO എക്സാം ആണ്, പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവല്, കാരണം LDC അതേപോലെ തന്നെ ഈ പറയുന്ന LGS അതേപോലെ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മുടെ വനിതാ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അത് ഭയങ്കരമായിട്ട് ആ ഒരു ഡ്രീമിനോടുള്ള ഒരു ഇഷ്ടമുള്ള ആളുകൾ മാത്രമാണ് ഈ പറയുന്ന എക്സാമിലേക്ക് വരത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ എക്സാമിൽ എഴുതി കഴിഞ്ഞാലും അവർ ഫിസിക്കലിന്റെ സമയത്ത് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഒരിക്കലും ഫിസിക്കലിന് വരാതെ അവരവിടെ നിന്ന് മാറി നിൽക്കുകയായിരിക്കും. പലരും റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ PSC അടുത്തിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എക്സാം എഴുതിയില്ലെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ആവും എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടും ഒത്തിരി ആൾക്കാർ കൺഫർമേഷൻ കൊടുത്തതിന്റെ പേരിലും വന്ന് എഴുതി പോയവരുണ്ട്. അതാണ് എനിക്ക് ഇന്നലത്തെ പോളിൽ കാണാനായിട്ട് സാധിച്ച മക്കളെ. കാരണം GK പാർട്ടിൽ ഏകദേശം ഒരു 23 24 25 വെച്ച് എന്ത് ചെയ്യും, അതും അവിടെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഉള്ള ചോദ്യങ്ങളുടെ ഒക്കെ എന്താ പറയാ കടന്നാക്രമണം ഒക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഒരു 54 മാർക്ക് മക്കളെ, 54 മാർക്കിൽ എന്ത് ചെയ്യേണ്ടി വരും ആ പറയുന്ന ഉദ്യോഗാർത്ഥിക്ക്. അതായത് അവരുടെ ഒരു ഡ്രീം ജോബാണ്, അതായത് വനിതകളാണ് എഴുതുന്നത്, അവർക്കത് വേണം എന്നുള്ള ലെവലിലേക്ക് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഏറ്റവും ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 54 മാർക്കിൽ അവിടെ ഒതുക്കി നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എക്സാം. അപ്പോൾ ഒരു 54 മാർക്കാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് കിട്ടത്തുള്ളൂ, 54 മാർക്ക്. ഓക്കെ, അതായത് ഈ പറയുന്ന നമ്മുടെ ഡ്രീം ജോബ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആള്. ഇന്നലെ നമ്മളൊരു പോൾ ഇട്ടിരുന്നു നമ്മുടെ വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ചാനലിൽ. അതിൻ്റെ അകത്ത് ഏകദേശം 1500ഓളം പേരാണ് നിലവിൽ പോൾ ചെയ്തത്. അതിൻ്റെ അകത്ത് 40 to 45 കിട്ടിയ ആളുകളാണ് 17% ആളുകളും. ഓക്കെ, 17% ആളുകളും 40 to 45, 45 to 50 എന്ന് പറയുന്നത് 8% ആൾക്കാർ മാത്രമാണ്. 45 to 50. ഇനി 50 to 55 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 50 to 55 8% ആളുകൾ. 55+ നേടിയ ആളുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ ബ്ലോക്ക് ആയി പോവാം, അതേപോലെ തന്നെ
ഈ പറയുന്ന എക്സാം നമുക്ക് കാരണം LD ഒക്കെ അടുത്ത് ഇത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മുടെ റേഞ്ച് എന്താണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്പെഷ്യൽ ടോപ്പിക്സ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. അങ്ങനെ ഹൈ റേഞ്ചിൽ പഠിച്ച് അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന കുറച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് ഈ 55A2+ എന്ന് പറയുന്ന ഈ 8% ആളുകൾ. അവരൊരിക്കലും കായികക്ഷമത പരീക്ഷയിലേക്ക് അല്ലെങ്കിൽ കായികക്ഷമതയിലേക്ക് അവർ വരത്തില്ല. അവരവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുകയായിരിക്കും അവരുടെയൊക്കെ പരിപാടി. അങ്ങനെയുള്ളവർ ദൈവത്തെ വിചാരിച്ച്, കാരണം ഈ പറയുന്ന WCPO എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് ഡ്രീമായിട്ട് കൊണ്ടുപോയി കിടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അവരിലേക്ക് കട്ട് ഓഫ് കൂട്ടാനായിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറെടുക്കുക. കാരണം നിങ്ങൾ വെറുതെ കുറെ ആളുകൾ ആവശ്യമില്ലാതെ വന്ന് നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ, ആ ജോബ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ജോബ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക, കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കട്ട് ഓഫ് റേഞ്ച് കൂടി കഴിഞ്ഞാൽ അവർക്കും അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം പലരുടെയും ചില ഉദ്യോഗാർത്ഥികളുണ്ട് സ്പോർട്സിലൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഡ്രീമാണ് ശരിക്കും ഇത്. അവർ ആ ഫോഴ്സിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അതേപോലെ ഫിസിക്കലി ഫിറ്റ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഇതിൻ്റെ അകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിലയിരുത്തലാണ്. 45 to 52 മാർക്ക് വരെയും പോകാം. അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ഈ പറയുന്ന ഫിസിക്കലില് നിസ്സാരം ആളുകളെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം എന്താണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് CPOനെ അപേക്ഷിച്ച് WCPO തന്നെയാണ് കൂടുതൽ വരുന്നത്. ഇന്നത്തെ എക്സാം എടുത്ത് നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും CPOനേക്കാൾ കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു WCPOന്റെ. ഇനി ഇന്നത്തെ ഈ ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സിൽ അവരുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഈക്വലി ആവാനുള്ള ഒരു ചാൻസിലേക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം റീസെന്റ് ഏറ്റവും ആദ്യം തന്നെ ഫയർ വുമൺ ആ ഒരു തസ്തികയിലേക്കൊക്കെ PSC എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഫിസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആയിട്ട് ഇന്നേ മുതൽ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ഒരു 48 അല്ലെങ്കിൽ ഒരു 45, 52 അല്ലെങ്കിൽ 50 മാർക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. കാരണം ഒത്തിരി പേര് ചോദിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഹൈ റേഞ്ച് വന്നേക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലിന് വേണ്ടി നോക്കുന്നവരല്ല. അപ്പോൾ ഫിസിക്കല് എന്താണ് ഓക്കെ ആയ ആളുകൾ ഈ പറയുന്ന നമുക്ക് ഒരു 45 to 48, 49, 50 50 മാർക്കിലേക്കൊക്കെയാണ് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ റേഞ്ചിലേക്കാണ് എക്സാം പോയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ WCPOന്റെ എക്സാം എഴുതിയേക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തേക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ പോൾ 1500 എന്നുള്ളത് എത്രത്തേക്ക് പോകും എന്നുള്ളത് അതുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. ഇതേപോലത്തുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും OneClip PSC എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 75 ഹോട്ട് ടോപ്പിക്സ് LDCയുടെ. അതിൻ്റെ അകത്ത് എന്താണ് 75 ഹോട്ട് ടോപ്പിക്സും അതിന്റെ ഡിസ്കഷനും അതേപോലെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ടെലഗ്രാമിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള OneClip PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലും അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് മാർക്കാണെങ്കിലും അതേപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായമാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.